ലൈറ്റ് ഓണായാൽ മാത്രമേ ഇത് ഓണാവുള്ളൂ. വർക്ക് ചെയ്ത് ബാക്ക് ക്യാമറ ഇങ്ങനെ മൗണ്ട് ചെയ്ത് അടിപൊളി സാധനം. എന്നിട്ട് മ്യൂസിക് കണ്ട. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കണ്ടേ AOC എന്നാണ്. ചൈന സാധനമാണ്, പക്ഷേ നമ്മുടെ വണ്ടിയിൽ ഫ്രണ്ടിലും ബാക്കിലും ഡാഷ് ക്യാം ഇൻസ്റ്റാൾ ചെയ്യും. അതിനൊപ്പം ആപ്പിൾ കാർപ്ലേയും ബെറ്റർ നാവിഗേഷന് വേണ്ടി നമ്മൾ RTR വെച്ചിട്ട് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി പോകട്ടോ. അതിന് മുമ്പ് നമ്മൾ പ്രോപ്പർ ടൂറാക്കി സെറ്റപ്പ് ചെയ്യാം. നമ്മൾ പണ്ട് നേരത്തെ ടോപ്പ് റാക്കും കുറേ സാധനങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ വണ്ടി കുറച്ചുകൂടി സേഫറും കുറച്ചുകൂടി നാവിഗേഷൻ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടോ ചൈന സാധനമാണ്. ഏകദേശം 12,000 റുപ്പീസാണ് ഇതിന് വരുന്നത്. സോ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. സോ ഇതാണ് ആ കാർപ്ലേ ഡിവൈസ് കേട്ടോ. സെറ്റപ്പ് നോക്ക്. ഒരു 6 ഇഞ്ച് സാധനമാണ്. C6 Pro എന്ന് പറഞ്ഞ വേരിയൻ്റ് ആട്ടോ. കണ്ട മൗണ്ട് ചെയ്യാം, നമുക്കത് ഇവിടെയൊക്കെ മൗണ്ട് ചെയ്യാം. അതിന് മുമ്പ് ഇതിൻ്റെ വയറിംഗ് ഒന്ന് സെറ്റാക്കാനുണ്ട്. കണ്ട ഇതിന് കുറേ സാധനങ്ങൾ മത്താപ്പ് സാധനവും ക്യാമറ മൗണ്ടും എല്ലാ സാധനവും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ട് കാണിച്ചായിട്ട് ഇൻസ്റ്റലേഷൻ ഞാൻ കാണിച്ചു. ഇത് മാറ്റി വെക്കാം, തൽക്കാലം നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ആദ്യം പ്രോപ്പർ വയറിംഗ് സെറ്റാക്കിയിട്ട് പ്രൊസീഡ് ചെയ്യാം. സോ ഇതാണ് എൻ്റെ ബേസ് ആയിട്ട് വന്ന വയറിംഗ്. ഒരു പോസിറ്റീവ് ടെർമിനൽ ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, പിന്നെ ഇതേ കണ്ടില്ല ACC എന്ന് പറഞ്ഞ കേബിളും കൂടി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാക്കാൻ മാത്രം ഓണായി വരാൻ വേണ്ടി, അല്ലെങ്കിൽ ബാറ്ററി ഡ്രെയിൻ വരും ഓൾവേസ് ഓണായി കിടന്ന. സോ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു കണക്ടറും കൊടുത്തിട്ട് ഇത് അവിടെ കണക്ട് ചെയ്ത് നമുക്ക് നോക്കാം. ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടോ, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയതാ. ഇത് നമുക്ക് ഏതെങ്കിലും ടെയിൽ ലൈറ്റില്ല വേറെ എവിടെയെങ്കിലും പോർഷനിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് സീറ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റാം, എന്നിട്ട് വയറിങ് കൊടുക്കാം കേട്ടോ. ഈ RTR 310 DIY ചെയ്യാൻ കുറച്ച് ടാസ്ക്കുള്ള വണ്ടിയാണ്. ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഊരിയെടുക്കാനാണെങ്കിൽ ഇത് കണ്ട കുറേ സാധനം ഊരി മാറ്റണം. ഇത് കുറച്ച് പാടാണ്, സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ഇത് മറ്റേ കൂളിംഗ് സീറ്റ്സാണ്. ഇത് മറ്റേ പെൽറ്റിയർ മോഡിലുള്ള സീറ്റാണ്. ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചത് എന്താ പെൽറ്റിയർ മോഡിൽ അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കാണിച്ചത്. അപ്പോൾ ആ സീറ്റ് അധികം കംഫർട്ടില്ല. അതിന് മുകളിൽ ബെറ്റർ പാഡിങ്, ഇവിടെയൊക്കെ ഫുൾ എക്സ്ട്രാ പാഡിങ് 1 ഇഞ്ച് ഓഫ് പാഡിങ് ബെറ്റർ ഫോം കൊടുത്തിട്ടുണ്ട. കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി കൂളിംഗ് സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിന് പവർ സപ്ലൈ ഇതിൽ നിന്ന് കണക്ട് ചെയ്യുന്ന കണ്ടില്ലേ, അത് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് സേഫായിട്ട് എടുത്ത് വെക്കാം കേട്ടോ. നമുക്ക് നെഗറ്റീവ് ടേമിൽ കണക്ട് ചെയ്യാം. ഒന്ന് ലൂസാക്കിയാൽ മതി കേട്ടോ. കണ്ട ഇതിൻ്റെ ടെർമിനൽ ബ്ലാക്കാണ് നെഗറ്റീവ് കേട്ടോ. മാറ്റിയൊന്നും കുത്തരുത്, കത്തിപ്പോൾ. പിന്നെ ഇതിൻ്റെ ഫ്യൂസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും വെറുതെ ഫ്യൂസ് കളയണ്ടല്ലോ. പോസിറ്റീവ് ടേമിൽ എടുക്കാം. അതും ഇതേപോലെ ഞാൻ പെട്ടെന്ന് 10 മിനിറ്റ് കുറച്ച് സമയമുള്ളൂ, അപ്പോഴേക്ക് ഇരുട്ടാവും കേട്ടോ. അതിന് മുമ്പ് നമുക്കൊന്ന് ചെയ്ത് സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കുക. ആക്സറി പോർട്ടിലോട്ട് കണക്ട് ചെയ്യാം, പക്ഷേ ആക്സറി പോർട്ട് അവിടെ ഇരിക്കുവാണ്. ഇതിൻ്റെ ഫെയറിങ് സൈഡിൽ ഇപ്പോഴൊക്കെ ഊരണം ടാസ്ക്കാണ്. കണ്ട അപ്പോൾ നമുക്ക് ഉഡായിപ്പ് കണ്ടോ ഗൈസ്. ഞാനിങ്ങനത്തെ കുറേ ഉഡായിപ്പ് പണിയൊക്കെ കാണിക്കും. നോക്കട്ടെ, കിട്ടി. ടെയിൽ ലൈറ്റിലോട്ട് കണക്ട് ചെയ്യാട്ടാ. ടെയിൽ ലൈറ്റിൻ്റെ കണ്ടില്ലേ, അതിലോട്ടുള്ള പവർ പോണതിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. അതിൽ കണക്ട് ചെയ്യാൻ ഗ്രൗണ്ട്, ബാക്കി ഡീറ്റെയിൽസ്, ബ്ലിങ്കർ, ഇതാണ് നടുക്കത്തെ പോർഷൻ എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഇങ്ങനെ അങ്ങോട്ട് അകത്തോട്ട് കയറ്റി വെച്ച് പിടിച്ച് കണ്ട കയറി വാട്ടർ സീൽഡായിട്ട് ഒരു പോയിൻ്റ് ഇതിലോട്ട് കണക്ട് ചെയ്ത് വെച്ചാണ്ട. ഇത് വർക്ക് ചെയ്യുമെന്ന് നോക്കണമല്ലോ. ഇവിടെ കുറച്ച് ഇൻസുലേഷൻ കൊടുക്കണോ. എന്നിട്ട് ഇതെടുത്ത് ഇവിടെയും കൂടി കീപ്പ് ചെയ്ത് നോക്കട്ടെ. എൻ്റെ ഫ്യൂസാണ് ഇത് അവിടെ ഇരിക്കട്ടെ. കത്തിപ്പോണ സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ കേട്ടോ. എന്ന് പറഞ്ഞാൽ കറണ്ടായിട്ടുള്ള കളിയാണ്. ഞാൻ പലപ്പോഴും എൻ്റെ RCയുടെ വയറിങ് ഞാൻ ഇങ്ങനെ റേസ് വയറിങ് ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്ത് കത്തിപ്പോയതാണ്. കാരണം ഇതിൻ്റെ മുകളിൽ സ്ക്രീൻ പ്രൊട്ടക്ഷൻ വേണ്ടി കൊടുത്താൽ അത് ഇപ്പോൾ ഊരരുത് കേട്ടോ. അത് ഇൻസ്റ്റാളൊക്കെ ചെയ്ത് എല്ലാ സാധനവും ഇൻസ്റ്റാൾ ചെയ്തിട്ട് മാത്രമേ ഊരാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ റെഡ് അല്ലേ, നോക്കട്ടെ. ഇതിവിടെ കത്തി പോകണ്ട. കണ്ട ഇത് രണ്ടിനും ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. ആ ആരോ മാച്ച് ചെയ്തിട്ട് കണക്ട് ചെയ്യുക. ഓണായില്ലല്ലേ. നമ്മൾ ഈ ആക്സറി പോർട്ടില്ല. അപ്പോൾ ടെയിൽ ലൈറ്റ് ഓണായാൽ മാത്രമേ ഇത് ഓണാവുള്ളൂ. വർക്ക് ചെയ്ത് AOC കേട്ടോ, ലീഡിങ് കാർടെക് സൊല്യൂഷൻസ്. കണ്ട ഈസി സാധനം, ഈസി സെറ്റപ്പാണ്. അത്രമാത്രം ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കണ്ട ഇൻബിൽഡായിട്ട് GPS ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് GPS ഉപയോഗിക്കില്ല. അപ്പോൾ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിന് അഫക്റ്റ് ചെയ്യില്ല. ഡ്രൈവിംഗ് റെക്കോർഡറൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ക്യാമറ കുത്തണം. ക്യാമറ കുത്തിക്കഴിഞ്ഞാൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കിട്ടും. റിമോട്ട് കീ ഉണ്ട്. കണ്ട അത് നമുക്ക് SD കാർഡിൽ ഫോർമാറ്റ് ചെയ്യാം. SD കാർഡ് ഞാനിട്ട് വെച്ചിട്ടോ, ഫോർമാറ്റായ. പിന്നെ ടയർ പ്രഷർ മോണിറ്റർ ഉണ്ട്. അതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. എല്ലാ സെറ്റപ്പും മൊത്തപ്പം ഞാൻ കാണിച്ചു കേട്ടോ. ഓരോ ഒച്ചയുണ്ട് കേട്ടോ. ഇതെങ്ങനെ ഓഫാക്കുക? ഓഫാണെങ്കിൽ ഇതാക്കിയ ഷട്ട് ഡൗൺ ആഫ്റ്റർ 5 സെക്കൻഡ്. പടം സെറ്റപ്പ്. പൊളി. ഇത് ബൈന്ന് ചൈന തന്നെ. അപ്പോൾ 5ൻ്റെ അലങ്കി ഇടാം.
ഇതങ്ങോട്ട് ലൂസാക്കാം. പിന്നെ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ട് വർക്ക് ചെയ്യാം കേട്ടോ. അതാകുമ്പോൾ കൈക്കൊന്നും പറ്റില്ല, മാത്രമല്ല മച്ച് മോർ ക്ലീനറാകും. ഇതിട്ട് ശീലിച്ച് കഴിഞ്ഞാൽ സെറ്റപ്പ് വേണ്ട. കണ്ട ഇനി ക്യാമറാസ് ഉണ്ട്. ബാക്കിലത്തെ ഡാഷ് ക്യാമും ഉണ്ട്, ഫ്രണ്ടിലുള്ള ഡാഷ് ക്യാം ഉണ്ട്. അപ്പോൾ ബാക്കിൽ ഇത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തല്ലോ, ലഗേജ് റാക്ക് ഇവിടെ ഒരു ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കണ്ട ഇവിടുന്ന് ബാക്ക് കിട്ടി ഏകദേശം കിട്ടുമെന്നാണ് തോന്നുന്നത്. കണ്ട ഇതിൻ്റെ ഇടയിൽ 2 ടെയിൽ ലൈറ്റിൻ്റെ ഇടയിലായിട്ട് വന്ന് വെക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഫ്രണ്ടിൽ നമുക്ക് അണ്ടർ ദ ഹെഡ്ലൈറ്റ് കൊടുത്താലേ. സോ ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ മൗണ്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ക്ലാമ്പാണ് കേട്ടോ. ആ ക്ലാമ്പ് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് ഇവിടെ വെച്ചാൽ കിട്ടുമെന്ന് സംശയമുണ്ട്, ഇല്ലാതില്ല. പിന്നെ 2 തന്നേക്കൊണ്ട് കുഴപ്പമില്ല കേട്ടോ, ഒന്നും സ്പെയർ എൻ്റെ ഉണ്ട്. കൊള്ളാം, ഇവർക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം പരീക്ഷിച്ചാൽ തെറ്റുമത്. സോ കണ്ട ഈ ക്ലാമ്പിലോട്ട് ഈ ക്യാമറ അറ്റാച്ച് ചെയ്തിട്ട് ടൈറ്റാക്കി കഴിഞ്ഞാൽ ഫിക്സ് ആവും. എന്നിട്ട് നിന്ന് കത്തുമെന്ന് തോന്നുന്നു. ചെളി അടിച്ച് കയറി കാണാണ്ടാവുന്നു കൊണ്ടേ. ഇവിടെ ചെറിയ ഗ്യാപ്പ് TVS കൊടുത്തിട്ട് എന്തിനാവും എന്തോ. അതേപോലെ ഫ്രണ്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഒരു ചാത്ത മൗണ്ടിങ് കേട്ടോ, ഇതൊരു ചാത്ത മൗണ്ടിങ്. എന്നാലും ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകണല്ലേ. സോ അതെ പറഞ്ഞ പോലെ ബാക്ക് ക്യാമറ ഇങ്ങനെ മൗണ്ട് ചെയ്ത് ഇത് കിട്ടുമെന്ന് തന്നെ കണ്ടറിയാം. കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അടുത്ത സാധനം പിടിപ്പിക്കും. സോ ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഹാൻഡിൽ ബാറിനോട് ഫിറ്റ് ചെയ്യാം. ഇത്തരം ഹാൻഡിൽ ബാറിനോട് പ്രത്യേകത ഇത് 28 mm ഇവിടെ വരും, ഇങ്ങോട്ട് സൈഡിലോട്ട് നമ്മുടെ 22 mm. അങ്ങനെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി നല്ല സെറ്റപ്പാണ്. പക്ഷേ ഇങ്ങനത്തെ മൗണ്ട് ഫിറ്റ് ചെയ്യാൻ കണ്ടത് 28 mm ആണ്. 32 സംതിങ് അതിന് കൺവേർട്ടർ ഉപയോഗിക്കണം. കണ്ടോ 28 ഡയമീറ്റർ കൊടുത്തിട്ട് അത് വേണം നമുക്ക് പിടിപ്പിക്കാൻ കേട്ടോ. സോ അത് നമുക്ക് പിടിപ്പിച്ച് നോക്കാം. തൽക്കാലം നമ്മളിവിടെ മൗണ്ട് ചെയ്ത് നമ്മുടെ ഇവിടുത്തെ ആ സ്ക്രൂ താഴെ പോട്ടെ, അല്ലെങ്കിൽ താഴെ പോയി അത് പിന്നെ കണ്ടിട്ടില്ല. അത് നമുക്ക് പിന്നെ തപ്പിയെടുക്കാം, ടൈമില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കുക. നമുക്കിത് റൂട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത് തൽക്കാലമാണ്, ഇത് ഓണാവും വർക്ക് ചെയ്യുമെന്നൊരു പിടിയില്ല. സമയം പോകാറില്ല. നമുക്ക് കുറേ നേരം ആ ബോൾട്ട് തപ്പി പിന്നെ ചായ കുടിക്കാൻ പോയി, അപ്പോഴേക്കും സമയമായി ഗൈസ്. നമുക്ക് സേഫായിട്ട് ഇടയിൽ എവിടെയെങ്കിലും വയർ ചൂടാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും വെക്കണം. കൂളൻ്റെ അവിടെയാണ് ഈശ്വര വെക്കുന്നത്. ചുട്ടൊരുക്കി പോ. ഇതേ കണ്ടില്ലേ, എല്ലാം സെറ്റായി, വയറിംഗ് ഒക്കെ സെറ്റ് ചെയ്ത്. കണ്ട അവോച്ചി ലീഡിങ് കാർ ടെക് സൊല്യൂഷൻസ് എന്നാണ് പറയുന്നത്. വണ്ടി ഓണായി, വണ്ടി സ്റ്റാർട്ടായി. ഓഫാക്കിയിട്ടൊന്നും യാതൊരു പ്രശ്നമില്ല. കാപ്ലായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ. നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ടൊന്ന് കണക്ട് ഓക്കെ. ആപ്പിൾ കാപ്ലേ വന്ന് ഇതിൽ മ്യൂസിക് ഇതിലൊരു സെറ്റപ്പ് സാധനം റേഡാർ ബോട്ടാണ്. ഇത് കണ്ടില്ലേ, ഈ സാധനം വേണ്ടി നമ്മൾ പോകുന്ന വഴി എവിടെയൊക്കെയാണ് പോലീസ് ക്യാമറയുള്ള സ്പീഡ് ക്യാമറയുള്ള എല്ലാ സാധനവും ഇതിൽ പറയും കേട്ടോ. അടിപൊളി സാധനം. എന്നിട്ട് മ്യൂസിക് കണ്ട അടിപൊളി ഫീഡ്ബാക്കാണ്. പിന്നെ ഈ എപ്പോഴും ഞാൻ മാപ്സൊക്കെ ഗൂഗിൾ മാപ്സാണ് ഉപയോഗിക്കുന്നത്. ആപ്പിൾ മാപ്സ് അത്ര സെറ്റപ്പല്ല, ഇന്ത്യയിൽ അത്ര സെറ്റപ്പായിട്ടില്ല. ഇതിൽ നമുക്ക് വേണമെങ്കിൽ സ്പീഡ് വേ തൃശ്ശൂർ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട്. അപ്പോൾ കണ്ട നാവിഗേറ്റ് ഗൂഗിൾ മാപ്സ് ആണെങ്കിൽ ടാപ്പ് ചെയ്ത് ഇതിൽ കാണാൻ പറ്റും കേട്ടോ. സെറ്റപ്പ് സാധനം. ഇതാണ് എൻ്റെ റിമോട്ട് സ്വിച്ച്. നമുക്ക് ഇവിടെ മൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, കോളെ ക്യാൻസർ ചെയ്യാം. ഇതിൽ നിന്ന് തന്നെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ മൊത്താപ്പാൻ നോക്കും. പിന്നെ വേറെ ഇതൊരു ഹൈലൈറ്റ് മൊത്താപ്പ് സാധനമുണ്ട്. എൻ്റെ മെയിൻ മത്താപ്പ് സാധനം ഇതാണ് കേട്ടോ. കണ്ട ഫോർവേഡും റിയർ വീലാണ്, ഫ്രണ്ട് വീലും റിയർ വീലുമാണ്. ഇത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതിൽ ഓൾറെഡി TPMS ഉണ്ട്. അതും ഇത് സ്റ്റോക്കും തന്നെ എത്ര എഫിഷ്യൻ്റ് ആണെന്ന് നോക്കാം കേട്ടോ. ഇത് വെയിറ്റുള്ള സാധനം കേട്ടോ. ഇതിൻ്റെ ആവശ്യം എനിക്കില്ല, എന്നാലും ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇത് വെക്കുന്നത് കേട്ടോ. എനിക്ക് വേണ്ട ക്യാമറയാണ് എനിക്ക് വേണ്ടത്. സോ ഇനി വയറൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പ്രോപ്പർലി
എല്ലാം ഒന്ന് ടൈ ഡൗൺ ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് ബ്ലൂ ടാഗ്സ് ഉപയോഗിക്കാം. ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വയറും കണ്ടു പ്രോപ്പർലി ആണ്ട് റൂട്ട് ചെയ്തേക്കാം. എവിടെയും തട്ടാണ്ട്, ഒരു സാധനത്തിനും തട്ടാണ്ട് കണ്ട ബ്ലൂ സിപ്പ് ടാഗ്. എന്നിട്ട് കണ്ട കളർ സിപ്പ് ടാഗ്സ് വെച്ചിട്ട് ഞാൻ പ്രോപ്പർലി ഇത് റൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എവിടെയും തട്ടാണ്ട് ഹോട്ട്സ്പോട്ടിലോ എൻജിനിൽ എക്സോസ്റ്റിലോ എവിടെയും തട്ടാണ്ട് പ്രോപ്പർലി റൂട്ട് ചെയ്ത് എല്ലാം സേഫ് ആക്കി ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ബോഡി പാൻസൊക്കെ നമുക്ക് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. ആൻഡ് റെഡി ടു ഗോ ആണ്. ബോഡി പാൻസൊക്കെ തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് പണി കഴിഞ്ഞ് ലെറ്റ്സ് ഗോ ഫോർ റൈഡ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി, ഞാനിപ്പോൾ റിയറത്തെ ക്യാമറ റിമൂവ് ചെയ്ത് മാറ്റി കേട്ടോ. അത് കണ്ടില്ലേ, അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ സീറ്റിന് ഇവിടെ വരുമ്പോൾ ചെറിയൊരു പ്രഷർ പോയിൻറ്റ് അതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ടൈം ചിലപ്പോൾ അതിന് ഡാമേജ്, അതിൻ്റെ സിഗ്നലിനെ ചിലപ്പോൾ ഡിസ്ട്രപ്റ്റ് ചെയ്യാം. സോ ഞാൻ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ വേറൊരു പോയിൻറ്റ് ഞാൻ ഒന്നെങ്കിൽ ഇവിടെ കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി റൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇപ്പോൾ സമയത്ത് ജസ്റ്റ് ഒന്നും എല്ലാം വർക്കിംഗ് ആണോ, സാധനം സെറ്റപ്പാണോ, എൻ്റെ ഇൻ്റർകോമായിട്ട് പെയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ഫംഗ്ഷനാലിറ്റി ഒക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇപ്പോൾ പോകുന്നത്. ബാക്ക് ക്യാമറ ഡിസ്കണക്ട് ചെയ്തിട്ടേക്കുക, ഫ്രണ്ട് ക്യാമറ കണക്ട് ചെയ്താൽ പ്രോപ്പർ പൊസിഷനിൽ, അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാം റെക്കോർഡിങ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. ഇത് റെക്കോർഡ് ഇത് പോയിട്ട് ഒന്ന് റൈഡ് പോയി നോക്കട്ടെ, ഇത് വല്ല തട്ടുന്നുണ്ടോ മുട്ടുന്നുണ്ടോ, ഇതിൻ്റെ വിസിബിലിറ്റി എങ്ങനെയുണ്ട്, എല്ലാ കാര്യം നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാം കേട്ടോ. സോ നമ്മൾ പെട്രോൾ പമ്പിൽ വന്ന് എയറൊക്കെ ഒന്ന് അടിച്ചാണ്ടാ. നട്ടുച്ച വെയിലത്താണ് മക്കളെ. കണ്ട ഇപ്പോൾ ക്ലച്ച്ലെസ് സ്ക്രീനൊക്കെ കാണുന്നുണ്ടാ, കണ്ടല്ലേ ക്ലച്ച്ലെസ്, കൊള്ളാമല്ലേ. മത്താപ്പൊക്കെ എനിക്ക് വളരെ ഇഷ്ടം. അയ്യോ ലോഡാണല്ലേ, അടിച്ചു പോയോ, വന്നു. സോ എൻ്റെ പാനലെടുക്കുക. ടയർ പ്രഷർ ഫ്രണ്ടിൽ 30, ബാക്കിൽ 31 കേട്ടോ. ഇതിൽ കണ്ട ടി വി എസിൽ ഓൾറെഡി എനിക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. 31 കാണിക്കാം. ഒരു PSI ഇതിലേതാ കറക്റ്റ്, ഇന്ത്യനാണോ ചൈനയാണോ എന്ന് അറിയില്ല. ടി വി എസ് നമുക്ക് അത് കൊടുത്താൽ ടി വി എസ് കുറച്ചുകൂടെ ആക്യുറേറ്റ്, എന്നാലും പക്കയാണ് കേട്ടോ രണ്ടും. ആ ഡിസ്പ്ലേ കണ്ടില്ലേ. നമുക്കൊരു സ്പീഡോ ടെസ്റ്റ് കൂടി കാണിക്കാം. അരൂർ ജംഗ്ഷൻ വരെ എനിക്ക് പോകണം, നാവിഗേറ്റും ചെയ്യാം. എന്നിട്ട് ആപ്പിൾ കാപ്പ്ലേ പാട്ട് വേണമെങ്കിൽ വെച്ചിട്ട് പോകാം. നല്ല റെസ്പോൺസീവ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് GPS സ്പീഡ് കറക്റ്റ് കാണാൻ പറ്റും. നമുക്ക് ക്രൂസ് കൺട്രോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അവേഴ്സി ചൈന നമുക്ക് സെൻഡ് ചെയ്ത പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഞാൻ കാശൊന്നും കൊടുത്ത് മേടിച്ചാലും നമുക്ക് റിവ്യൂവിന് തന്ന പ്രോഡക്റ്റാണ്. ഇതെനിക്ക് തിരിച്ചൊന്നും അയച്ചു കൊടുക്കേണ്ട, എനിക്ക് കീപ്പ് ചെയ്യാം കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കാപ്പ് റൈഡിനെക്കാട്ടി എനിക്കിത് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി ഓണാക്കുമ്പോൾ ഇത് ഓണാവുള്ളൂ, ഓഫാക്കി അപ്പോൾ ഓഫാകും. ബാറ്ററി ഡ്രെയിൻ ഉണ്ടായില്ല. കാപ്പ് റൈഡിൽ അധികം ബാറ്ററി ഡ്രെയിൻ ഉണ്ടായില്ല കേട്ടോ. എന്നാലും സോ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ ബാറ്ററി ഡ്രെയിൻ വരാം. അതെത്ര ഞാൻ അന്ന് കറക്റ്റ് മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നു, എത്ര മില്ലി ആംപിയേഴ്സാണ് ഡ്രെയിൻ വരുന്നതെന്ന്. ഞാൻ മറന്നുപോയി, കാപ്പ് റൈഡിൻ്റെ എത്ര ഞാൻ മറന്നു കേട്ടോ. പക്ഷേ അവേഴ്സിക്ക് ആ ഡ്രെയിൻ ഇല്ല, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ഡാഷ് ക്യാമറ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വെച്ചേക്കാം. ടി വി എസിൽ ഓൾറെഡി ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ കുറച്ചൊന്ന് ഓടിക്കുമ്പോഴേക്കും ടയറിൻ്റെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോഴേക്കും ടയർ പ്രഷറും കൂടും. ഇതേതാ കാണും. ഇപ്പോൾ നേരത്തെ 31, ഇപ്പോൾ 32 വേണ്ട. ടി വി എസ് 32 ആയി. ഇതിലിപ്പോഴും ഒന്ന് കുറഞ്ഞ് ചൈനയിൽ. എന്നാലും ഏകദേശം ഐഡിയ കിട്ടും. ഇത് അങ്ങനെ പ്രോപ്പർ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾ വിചാരിക്കരുത്. എന്നാലും നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. നിങ്ങളുടെ ഇത് ലോ ആണെങ്കിൽ ഇത് അലേർട്ട് ചെയ്യും. അതുപോലെ ഓവർ ഹൈ ആയിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇത് അലേർട്ട് ചെയ്ത് കൂടുതൽ അടിച്ചേക്കണം, പോയി ചെക്ക് ചെയ്യും. കണ്ടില്ല, അത് നല്ല സെറ്റപ്പാണ്. നിങ്ങൾ ടൂറിങ് ചെയ്യുവാണെങ്കിൽ ഇത് അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. 64 ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്തതിൻ്റെ TV RTRൻ്റെ മീറ്ററിൽ 63 കാണിക്കുന്നത്, ഇതിൽ 61 കാണിക്കുന്നത്. അപ്പോൾ നല്ല ആക്യുറേറ്റ് മീറ്ററാണ് കേട്ടോ ഇത്. കണ്ടോ 64, 62 ആ റേഞ്ചിൽ 2 കിലോമീറ്റർ ഡിഫറൻസ് GPS-ഉം അതേപോലെ ഈ RTR 310 മീറ്ററും തമ്മിൽ കേട്ടോ. മാത്രമല്ല പാട്ടും കേൾക്കാം. എൻ്റെ ഇൻ്റർകോമായിട്ട് കണക്റ്റഡ് ആണ്. കണ്ട പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? നല്ല റെസ്പോൺസീവ് ആണ് കേട്ടോ. പാട്ടും കേട്ട് പാട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നല്ല ലൗഡാണ് കേട്ടോ. നല്ല റെസ്പോൺസീവ് ആയിട്ട് ഗ്ലൗസ് ഇട്ടിട്ട് വരെ ടച്ച് ചെയ്യുമ്പോൾ കണ്ടില്ലേ, അടിപൊളി സാധനം കേട്ടോ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട്. കണ്ട അത് ഇതിൽ കണ്ട ബാക്ക് ടയറിൻ്റെ പ്രഷർ ഹൈ ആണ്. എത്ര ഹൈ ആണ്? അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തൊക്കെ 33 എത്തിയുണ്ടാവും. 33 എത്തിയ ഉടനെ അത് ഹൈ ആണ് അലേർട്ട് ചെയ്ത്. കൊള്ളാട്ടോ, നല്ല സാധനമാണ്, നല്ല മത്താവ് സാധനമാണ്. എത്ര ടയറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ പറയട്ടെ, ഫ്രണ്ട് ടയർ ഇപ്പോഴും കൂളായിട്ടാണ് ഇരിക്കുന്നത്. 32 ഡിഗ്രീസാണ്. ബാക്ക് ടയർ 38. ബാക്ക് ടയറിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് കൂടുതലാണ്.
ഈ ചൈന ടെക്നോളജി കൊള്ളാം അല്ലേ? എങ്ങനെയുണ്ട് സാധനം? സോ നമ്മളിപ്പോൾ ഏകദേശം 3 monthsോളം ടെസ്റ്റിംഗ് ആയിരുന്നു. ഈ ഔച്ചർ C6 Pro കേട്ടോ. ഫൈനൽ ഈ പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നൊക്കെ മാറ്റി അവിടെ നിന്നൊക്കെ മാറ്റി അവസാനം ഈ പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് ഫിംഗർ പ്രിൻസ് ഒക്കെ വന്നിട്ട്, പക്ഷേ അത് സ്റ്റാർട്ടർ സ്ക്രീൻ, ക്ലച്ച്ലെസ്, കസ്റ്റമായിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ക്രീനൊക്കെ കൊടുക്കാൻ പറ്റും, ഇഷ്ടമുള്ള ബൂട്ട് ഇമേജ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന. പിന്നെ ഇത് സ്റ്റാർട്ടപ്പ് ചെയ്ത് ചെറിയൊരു ശബ്ദമുണ്ട്, അതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഭയങ്കര ഫുൾ കസ്റ്റമൈസേഷനാണ് കൊടുക്കുന്നത്. മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ കണ്ട ഫ്രണ്ടും ബാക്ക് ക്യാമറ. ഞാൻ ഇത് സാറ്റിസ്ഫൈഡ്, കുറച്ചും കൂടി എനിക്ക് മാറ്റണമെന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പൊസിഷൻ കുറച്ചും കൂടി ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്തെടുത്താൽ സെറ്റപ്പ് ആവുമെന്നാണ് എൻ്റെ മനസ്സ് പറയണം. ആപ്പിൾ കാർപ്ലേ നല്ല റെസ്പോൺസീവായിട്ട് സ്ക്രീനാണ് കേട്ടോ. കണ്ട ഫ്രണ്ട് ക്യാമറ ഉണ്ട്, ഫ്രണ്ടിൽ വണ്ടി ഇരിക്കുന്നതൊക്കെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് സ്കൂട്ടർ, ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഇലക്ട്രിക് സ്കൂട്ടർ ഇൻ ഇന്ത്യ ഉണ്ട്, BMW C04. ചിലപ്പോൾ ഇനി അതിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടാക്കി ഈ വീഡിയോ നമ്മൾ എക്സ്റ്റെൻസീവ്ലി ടെസ്റ്റ് എന്താണ് ക്യാമറ ചെയ്യണം. ഫ്രണ്ട് ക്യാമറ കണ്ടില്ലേ, വൈഡായിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഡിസ്പ്ലേയിലായിരിക്കും മറ്റു നോക്കട്ടെ. പിന്നെ വേറൊരു മത്താപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓഫ് ആക്കിയാൽ 5 seconds തന്നെ ഇത് ഓഫ് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാറ്ററിയൊക്കെ സേവ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബാറ്ററി സേവിങ്. അധികം മാത്രം ഇതും കസ്റ്റമൈസ് ചെയ്യാം. നമ്മുടെ ഹെൻഡ് സ്ക്രീൻ, ബൂട്ട് സ്ക്രീനൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. വേറൊരു ചേഞ്ച് ഞാൻ കമ്പനി അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കമ്പനി അടുത്ത് പറഞ്ഞു, എനിക്ക് ഫസ്റ്റ് തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇട്ടപ്പോൾ ആദ്യം വന്ന കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ വണ്ടിയിൽ നിന്ന് ഊരിയെടുത്തോളാന്ന്. അപ്പം ഞാൻ ഇത് കമ്പനി അടുത്ത് പറഞ്ഞു, ഇത് നമ്മുടെ ഇന്ത്യയിൽ അവർ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ US-ലും അതുപോലെ UK കൊടുത്തിട്ട് യാതൊരു പ്രശ്നമില്ല, ഇതങ്ങനെ അടിച്ചുകൊണ്ട് പോകുന്ന പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞു അവിടുത്തെ നാട് പോലെയല്ല നമ്മുടെ ഇന്ത്യ, ഇവിടെ അടിച്ചുകൊണ്ടത് നല്ല സാധ്യതയുണ്ട്. അപ്പോൾ സംതിങ് മോർ സെക്യൂർ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ ഇപ്പം ഇറക്കിയതാണ് മെറ്റൽ മൗണ്ടാണ് കൊടുത്തേക്കുക. കണ്ടില്ല, അത് മാത്രമല്ല എൻ്റെ ഫീഡ്ബാക്ക് കേട്ടിട്ട് മാറ്റിയ സാധനം കേട്ടോ. ഞാൻ പറഞ്ഞു അവിടെ ടൂളും ബോൾട്ടൊക്കെയാണ് കണ്ട, കസ്റ്റം ടൂൾ. ഈ ടൂൾ ഉണ്ടെങ്കിൽ മാത്രമേ അൺലോക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബോൾട്ടിനായിട്ട് അലങ്കി ബോൾട്ട് അത് മാറ്റിയിട്ട് സ്പെഷ്യൽ ടൂളിൻ്റെ കീ വെച്ചിട്ടാണ് ഇനി നമുക്ക് ലോക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. ഈ തരം ബോൾട്ട്സ് ത്രൂ ഔട്ട് കൊടുത്തിരിക്കുന്നത്, അത് മെറ്റൽ മൗണ്ടർ, അങ്ങനെ ഊരി പറിച്ചൊന്നും എടുക്കാൻ കംപ്ലീറ്റ്ലി ഫിറ്റഡാണ്. നമ്മുടെ ഈ TFT മീറ്ററൊക്കെ വല്ല അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ വല്ല അതേ സെറ്റപ്പിൽ ഹാർഡ് മൗണ്ടഡ് ആയിട്ട് വെച്ചേക്കുന്നുണ്ട്. അതിൻ്റെ വയേഴ്സാണ് അത് കുറച്ചും കൂടി ഞാൻ പ്രോപ്പറായിട്ട് ഒന്നും കൂടി സോർട്ട് ചെയ്ത് സിപ്റ്റാക്കി ചെയ്തിടാനുണ്ട്. അത് ദാറ്റ് ഇതാണ് പെർഫെക്റ്റ് സൊല്യൂഷൻ. വണ്ടി ഓടിച്ചിട്ട് പോവാണെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ മുകളിൽ നമ്മൾ TFT ഡിസ്പ്ലേ ഉണ്ട്. എല്ലാ സാധനവും അതിൽ കാണിക്കുകയും ചെയ്യും. ഇതിലും ബാക്കിയുള്ള നാവിഗേഷൻ ആണെങ്കിലും എല്ലാ ഡീറ്റെയിൽസ്, ടയർ പ്രഷർ മോണിറ്ററിങ് ആണെങ്കിലും ഫ്രണ്ടും ബാക്ക് ഡാഷ് ക്യാം വരെയും കാണിക്കും. എല്ലാ സാധനവും കാണിക്കും കേട്ടോ. അടിപൊളി സെറ്റപ്പ്. എന്നിട്ട് ആ ഫയൽസൊക്കെ നമുക്ക് ഫോണിലോട്ട് വിത്തൗട്ട് ഈ SD കാർഡ് റിമൂവ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം കേട്ടോ. വൈഫൈയിലൂടെ ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഈ കാര്യം ഇവരോട് പറഞ്ഞപ്പോൾ, ഈ മെസ്സേജ് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് ആദ്യം വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. കമ്പനി പറഞ്ഞ് ഇത് അവർക്കറിയില്ല നമ്മുടെ ഇവിടെ എന്താണ് ഇവിടുത്തെ മാർക്കറ്റ് എന്താണെന്നും അറിയില്ല. അപ്പോൾ അവർ ചൈനയിലത്തെ ആൾക്കാർ പറഞ്ഞ് ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ടോ, എല്ലാം നമ്മുടെ സെയിൽസൊക്കെ US UK ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്ന. ഇന്ത്യ അവർക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്ന വല്ല ഫീഡ്ബാക്ക് വല്ലതും പറയാണ്ട് ഇതിൻ്റെ വല്ല UI-ലും വല്ല ചേഞ്ചസ് ഉണ്ടെങ്കിൽ പറയാനാണ് വന്നേക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റും കൊണ്ട് വന്നാൽ ഭയങ്കരമായിരിക്കും. എന്നിട്ട് ഞാൻ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു കേട്ടോ. അതിലാണ് അവർ കിളി പോയത്. ആ ഫസ്റ്റ് ഡേ തന്നെ 200K+ വ്യൂസാണ് വന്നത്. അവരുടെ സൈറ്റിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഓഡിയൻസ് കയറി നോക്കിയെന്നാണ് പറഞ്ഞത്. എന്നാൽ അവരുടെ ആൾക്കാരെ പറഞ്ഞത് അത് കേട്ടപ്പോൾ അപ്പം തന്നെ അവരുടെ ടീം എന്നെ പിറ്റേ ദിവസം വിളിച്ചിട്ട് എന്ത് മാറ്റമോ വേണ്ട, എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സാധനം മാറ്റാം, ഇങ്ങനത്തെ ഒരു സാധനം കൂടി മാറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്, ആർക്കും അങ്ങനെ കട്ടുകൊണ്ട് പോകാൻ പറ്റില്ല, സേഫ് ആൻഡ് സെക്യൂർ സിസ്റ്റം ഒന്ന്. ഞാൻ കോഡ് ലോക്കിൻ്റെ സെറ്റപ്പ് എന്നുള്ള കാര്യമായിട്ട് പറഞ്ഞു കൊടുത്തത്. അതേപോലെ അവർ ഡിസൈൻ ചെയ്ത് ഒരു മൗണ്ട് ഇറക്കി തന്നെ നമുക്ക് കറക്റ്റ് ഇത് ഇവിടെ ആയിട്ട് മൗണ്ട് ചെയ്ത് വെക്കാം. ഒരു ബാർ മൗണ്ട് വിത്ത് പിവറ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് മടക്കി ഇഷ്ടമുള്ള പൊസിഷനിലോട്ട് കറക്റ്റായിട്ട് വെക്കാം. നേരത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് പ്ലാസ്റ്റിക്, ഒരു ABS പ്ലാസ്റ്റിക്കിൽ മൗണ്ടഡ് ആയിരുന്നു. അത് ചിലപ്പോൾ പൊട്ടിച്ചുകൊണ്ടൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഹാർഡ് മൗണ്ടഡ് ആണ് കേട്ടോ. അനങ്ങില്ല സാധനം, അത് നമ്മുടെ തന്നെ ഫുൾ മെറ്റല. അതേപോലെ സ്പെഷ്യൽ ടൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ ഊരിയെടുക്കാൻ. ഇത് കളയരുത്, ഇത് കളഞ്ഞാൽ നമുക്ക് തന്നെ ഊരിയെടുക്കാൻ ടാസ്ക് ആയിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് സേഫായിട്ട് വെക്കാം. കണ്ട അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഹോൾ വരെയും കൊടുത്തിട്ടുണ്ട്. ആ പെർഫെക്റ്റ് ആയിട്ട് കയറിയാൽ മാത്രമേ കയറുള്ളൂ, അല്ലാണ്ട് ടൂൾ കയറില്ല. ആ ടൂൾ കയറാണ്ടിരിക്കുക. സാധാരണ ഫ്ലവർ ടൂൾ ഇട്ട് കയറാൻ നോക്കി ആ ഹോൾ ഇല്ലെങ്കിൽ ആ ടൂളിലോട്ട് കയറി തിരിക്കാൻ പറ്റില്ല. സോ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ്ട് ഈ ചൈനക്കാർ ഈ സാധനം സെറ്റ്. ഇപ്പോൾ ഇത് പെർഫെക്റ്റാണ്. ഇത് അടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടാസ്ക്കാണ്. ഇത്രയും ടൂൾസായിട്ട് അവൻ ആ ഫ്ലവർ ടൂളൊക്കെ എടുത്ത് പ്രോപ്പർലി ഹോളൊക്കെ ഉണ്ടാക്കി ചെയ്തെടുത്തുകൊണ്ട് പോകണവരാണെങ്കിൽ അവൻ വണ്ടി മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോകും. സോ അതാണ് അവർ ചെയ്ത ചേഞ്ച് കേട്ടോ. ഇനി നിങ്ങൾ മേടിക്കുന്ന മോഡൽസിലൊക്കെ ഇത്തരം മൗണ്ടിങ് ആയിരിക്കും വരുന്നത്. അങ്ങനത്തെ സെറ്റപ്പിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു കൊടുത്ത ഫീഡ്ബാക്ക് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ടെസ്റ്റിങ് ചെയ്തിട്ട് സാധനം അടിപൊളിയായിട്ട് ഞാൻ ഉപയോഗിച്ചതിൽ വെച്ചിട്ട് ഞാൻ കുറേ ചൈനീസ് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഇതാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനം കേട്ടോ. മറ്റേയൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുക, പക്ഷേ ഇത് മച്ച് മോർ ഫ്ലൂയിഡിക്കാണ്, ഇത് കുറച്ചും കൂടി ചെറുത്. നമ്മുടെ നേക്കഡ് മോട്ടോർ സൈക്കിൾസൊക്കെ നന്നായി ചേരുന്നുണ്ട്. മറ്റേ നേരത്തെ വെച്ച സാധനം വളരെ വലുത്, 7 inch 8 inch 10 inch ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ കാട്ടിയും വലിയ ടാബ്ലറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നേക്കഡ് മോട്ടോർ സൈക്കിൾസിന് അത്ര ചേരുന്നത്, ചെറിയ സ്കൂട്ടേഴ്സിനൊന്നും അത്രയും ചേരില്ല. പക്ഷേ ഇത് നോക്ക്,
എത്ര വെൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നു. സെറ്റപ്പ് നോക്ക് കണ്ടില്ലേ, ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാനും പറ്റും. നമ്മുടെ TFT മീറ്ററിനും പ്രശ്നമില്ല. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കണ്ടുകൊണ്ട് ഓടിക്കാൻ പറ്റും. എങ്ങനെയുണ്ട് സാധനം?